അങ്ങനെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പ് അവസാനിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കഴിഞ്ഞു. ഇന്ത്യ ഒരു തകർപ്പൻ വിജയം. നമ്മൾ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ തോറ്റ് തുന്നം പാടുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതിലൊരു സംശയമില്ല. എവിടെ പാകിസ്ഥാൻ തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടോസ് വിജയിച്ചതോടുകൂടി പാകിസ്ഥാൻ തോറ്റു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് സൽമാൻ അലി ആകെ എന്ത് കണ്ടിട്ടാണ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തതെന്ന് അറിയില്ല. ആ സമയത്ത് തന്നെ സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട് എനിക്ക് ബോളിംഗ് ആയിരുന്നു വേണ്ടത്, എന്തായാലും ടോസ് കിട്ടിയില്ലെങ്കിലും അത് നമ്മൾ ആഗ്രഹിച്ച പോലെ അത് കിട്ടിയെന്നുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇന്ത്യയുടെ ഒരു കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ട മത്സരത്തിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി, കൃത്യമായ ബോളിംഗ് ചേഞ്ചുകൾ, ക്യാപ്റ്റൻസി, തന്ത്രങ്ങൾ, സ്ട്രാറ്റജി എല്ലാം വർക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്ത് തോന്നുന്നു ഈ മത്സരത്തെ? സൈഫ് ഇപ്പം പറഞ്ഞ പോലെ മത്സരത്തില് പാകിസ്ഥാൻ ജയിച്ചത് പോയിന്റ് ടോസ് ജയിച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ അതും സൈഫിന്റെ രണ്ടാമത്തെ വാക്കിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ടോസ് ജയിച്ചിട്ടില്ല. ടോസിൽ അവർ ടോസ് ചെയ്തപ്പം ഒന്നൊരു ആശ്വാസം കിട്ടിയതേ ഉള്ളൂ. ആ തീരുമാനത്തിൽ അവിടെ അമ്പേ വാളി പരാജയപ്പെട്ടു. പക്ഷെ അതിൽ ബാറ്റിംഗ് തെരഞ്ഞെടുപ്പിൽ സൽമാൻ അലി ആകെ കുറ്റം പറയുന്നില്ല. കാരണം ഒരു വലിയ സ്കോറിലേക്ക് ഇന്ത്യ അവരെ ബോളിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. സ്പിന്നർമാരായിട്ട് ഇറക്കുന്നത് ശരിയാണ്. പക്ഷെ ഈ സ്പിന്നും കൊണ്ട് ഈ ഇന്ത്യൻ നിരക്കാരെ ഒന്നും ചെയ്യാൻ പറ്റാന്ന് അവർക്ക് അറിയാം. അതിന്റെ ഇതുണ്ടാവും. അപ്പം ചെറിയൊരു റണ്ണാണെങ്കിലും നമ്മളിപ്പോൾ ഒമാനോട് ചോദിച്ച പോലെ പെട്ടെന്ന് കളി തീർത്ത് പോകല്ലേ ഉള്ളൂ എന്ന് കരുതിക്കാണ്. കാരണം വേറൊരു ഓപ്ഷൻ പാകിസ്ഥാൻ മുമ്പിൽ ഇല്ല. നമ്മൾ എത്രയോ കാലമായിട്ട് പറഞ്ഞാണ് നിലവിലെ പാകിസ്ഥാൻ ടീമിന്റെ അവസ്ഥയെക്കുറിച്ച്. ആ ടീം ഇന്ത്യയുടെ മുന്നിൽ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഏഷ്യ കപ്പിൽ അവർ പറഞ്ഞാൽ ഒരു ഫൈനൽ കളിക്കാൻ വരുന്നു പറയുന്നു. പക്ഷേ ഈ ടീമിന് മറ്റേ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് സ്റ്റേജിൽ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രതീക്ഷയില്ലാത്തൊരു ടീമായി മാറുകയാണ്. അപ്പോൾ പാകിസ്ഥാന് യാതൊരു പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പാകിസ്ഥാനിൽ എന്താണോ പ്രതീക്ഷിച്ചത് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇന്ത്യക്ക് നമുക്കറിയാം ഒരു മികച്ച തുടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ വിക്കറ്റ് പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് 10 വിക്കറ്റ് തന്നെ ചിലപ്പോൾ കിട്ടുമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കണം. അത്രയേ ഉള്ളൂ. അങ്ങനെ നിസ്സാരമായി കാണേണ്ട ടീമേ ഉള്ളൂ പാകിസ്ഥാൻ. പഴയ പാകിസ്ഥാനല്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലെ ചിരവേരി പോര് പറയുമ്പോൾ നമുക്കുള്ളിൽ വരുന്ന വികാരത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിന്റെ ഒന്നും ഓളം ഇപ്പം കാണാനില്ല. മത്സരത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ആവേശം ഒന്ന് സ്പാർക്ക് വന്നിരുന്നെങ്കിൽ കളി കാണാൻ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന ഒരു ഇതുണ്ടാവും. അത് ഈ പാകിസ്ഥാനെ കൊണ്ട് തരാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ട്. ഇനിയിപ്പം പണ്ട് ന്യൂസിലാൻഡ് പറഞ്ഞ ന്യൂസിലാൻഡ് കളിക്കാൻ പോയിട്ട് ആദ്യത്തെ മത്സരങ്ങളെ പരാജയപ്പെട്ട് ഒരു മത്സരത്തിലൊന്ന് കത്തിക്കയറി കളിച്ചിരുന്നു. അതുപോലെ വല്ലതും ഏഷ്യ കപ്പിൽ ഇനി ആരോടെയും കളിച്ചിട്ട് അവർക്കൊന്ന് തെളിയിക്കാൻ പറ്റിയ അത് കാണാനേ ഉള്ളൂ. അല്ലാതെ ഈ പാകിസ്ഥാനിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പാകിസ്ഥാൻ എത്രയേ ഉള്ളൂ. നിലവിലെ പാകിസ്ഥാനെ കൊണ്ട് ഒരത്ഭുതവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഓപ്പണർമാര് സെയിം അയ്യൂബ്, അതുപോലെ തന്നെ ഷാഹിബ്സാദ, ഫർഹാൻ ഇവർ ബാറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ സെയിം അയ്യൂബിന് ഓൾറെഡി ആവശ്യമില്ലാത്ത ഹൈപ്പ് പാകിസ്ഥാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ബുംറേനെ 6 സിക്സ് അടിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഇത് അല്ല അതില് രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ആദ്യ പന്തിൽ തന്നെ സെയിം അയ്യൂബിന്റെ വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഈ മറുവശത്ത് പാകിസ്ഥാന്റെ ബൗളിംഗ് നിരയിൽ ിയത് സെയിം അയ്യൂബാണ്. 3 വിക്കറ്റുകൾ വീഴ്ത്തിയത് സെയിം അയ്യൂബാണ്. അത് ഗില്ലിന്റെ വിക്കറ്റ് വീഴ്ത്തിയതൊക്കെ ഒരു മികച്ച ഒരു പന്ത് തന്നെയായിരുന്നു നമുക്ക് പറയാം. ആ ഒരു രസകരമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരം കഴിഞ്ഞിട്ട് കമന്ററി ബോക്സിലുള്ള ആളുകളുമായിട്ട് ആങ്കർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമന്ററിയിലെ പാക് പ്രതിനിധി ഇവിടെ പറയുന്നുണ്ട് സെയിം അയ്യൂബ് നല്ല രീതിയിൽ പന്തെറിഞ്ഞു, വിക്കറ്റുകൾ 3 കിട്ടി, നിങ്ങൾ ഭയങ്കര അതൊരു പോസിറ്റീവ് ഘടകമല്ലേന്ന്. ആ പുള്ളി വളരെ കൂളായിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും വിക്കറ്റ് എടുത്തില്ലെങ്കിലും വേണ്ടില്ല, കുറച്ച് റണ്ണടിക്കട്ടെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. ഓപ്പണിംഗിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് നിർവഹിക്കാതെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ മത്സരത്തിലാണ് ഗോൾഡൻ ഡക്ക്. അതെ തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് ഗോൾഡൻ ഡക്ക് ആവുന്നത്. ഒരു ബാറ്ററെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ടൂർണമെന്റിനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ 2 തവണ സംഭവിക്കുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. അപ്പൊ പാകിസ്ഥാൻ ടീമിനെ സംബന്ധിച്ചിട്ട് പുള്ളി പറയുന്നതാണ് എനിക്ക് സെയിം അയ്യൂബ് കുറച്ച് റണ്ണടിച്ച് കാണട്ടെ, വിക്കറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വിക്കറ്റ് എടുക്കുന്ന ബോണസ് ആണ്, പക്ഷെ ടീമിന് വേണ്ടത് അവൻ റണ്ണടിക്കുക എന്നുള്ളതാണ് എന്ന് കൃത്യമായിട്ട്. അപ്പൊ ന്യൂ ബോളിൽ വരുന്ന ഹാർദിക് പാണ്ഡ്യ വിക്കറ്റ് എടുക്കുന്ന, ഹാർദിക് പാണ്ഡ്യ ഈ പറയുന്ന വിക്കറ്റ് എടുക്കുന്ന സമയത്ത് ബുംറ ക്യാച്ച് എടുക്കുന്ന, അടുത്ത ഓവറിൽ ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് അടുത്ത ഇവരുടെ ഹാരിസിനെ പുറത്താക്കുന്ന, ആ സമയത്ത് ഹാർദിക് പാണ്ഡ്യ ക്യാച്ച് എടുക്കുന്ന, അങ്ങനെ ബുംറ വിക്കറ്റ് എടുക്കുന്ന ഹാർദിക് പാണ്ഡ്യ ക്യാച്ച് എടുക്കുന്ന, നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ക്യാച്ച് എടുത്ത് സഹായിച്ച് ഓരോ വിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന മധ്യ ഓവറുകളിലേക്ക് വന്ന സമയത്ത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അക്സർ പട്ടേലിനെ കുറച്ചും കൂടി ഒന്ന്
പുറകിലേക്ക് വെച്ചു. കാരണം ആദ്യ മത്സരത്തിൽ അക്ഷർ പട്ടേലിനെ പവർ പ്ലേയിൽ തന്നെ കൊണ്ടുവന്നിരുന്നു. അത് പക്ഷെ കുറച്ച് മാറ്റി നിർത്തുകയും മധ്യ ഓവറുകളിലേക്ക് മാറ്റുകയും ചെയ്ത് കുൽദീപ് യാദവ് പന്ത് എറിയുമ്പോൾ എനിക്ക് ആ മുഹമ്മദ് നവാസിന്റെ വിക്കറ്റാണ് തോന്നുന്നത്. ആ തുടർച്ചയായി രണ്ടാമത്തെ വിക്കറ്റ് എടുത്ത ആ ഒരു പന്ത് പുള്ളി മനസ്സിലായിട്ടില്ല ഈ പന്ത് കൊടുക്കാൻ പോകണമെന്നുള്ളത്. അങ്ങനെ ഒരു ഇതിലാണ് LBW ആവുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞത് പാക് മധ്യനിരയുടെ ഒരു മോശം പ്രകടനം. ഇത് മധ്യനിരയില്ല ടോപ്പ് നമ്മൾ പറഞ്ഞിരുന്നു പിടിച്ചിരിക്കാൻ പറഞ്ഞിരുന്നു. മധ്യനിരയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ക്ലിയറായി പറഞ്ഞു ആർക്കാണ് ഇവരുടെ ഒരു ചുമലിൽ ഏറ്റേണ്ടത് എന്നുള്ളത് ഇത് വരുന്നില്ല. നമ്മളിപ്പോ പറയുമ്പോൾ കോഹ്ലിയും രോഹിത്തും പോയപ്പോൾ ഇന്ത്യൻ ടീമിൽ പല താരങ്ങളുണ്ട്. ഒന്നും അല്ലെങ്കിൽ മറ്റു തല തിളങ്ങാനായിട്ട് പറയും. ബാബർ അസ്വാനിയും മറ്റേ റിസ്വാനിയും ഇവർ മാറ്റി നിർത്തി ടീമിൽ നിന്ന് ഫോമിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു. അപ്പൊ പകരം വരുന്ന താരങ്ങൾക്ക് അതിൽ ഒരു പടിയെങ്കിലും മുന്നിലേക്കുണ്ട്. ഇപ്പൊ എന്നെ സംശയം അവർ എന്തിനാണ് മാറ്റി നിർത്തി. ഇപ്പോഴത്തെ അവർ ഇതിനേക്കാൾ ഇതില്ലേ ഒന്നുമില്ല ഫെയിം ഉണ്ടല്ലോ. ഒരു പരസ്യത്തിനെങ്കിൽ അവർക്ക് സംഘാടകർക്ക് വെച്ച് വരുമാനം കിട്ടിയ രീതിയിൽ താരങ്ങൾ കളിക്കാൻ വരുമ്പോൾ ബാബർ അസ്വാൻ നമുക്കറിയാം ഇപ്പോഴും നല്ലൊരു പിന്നെ ഐക്കണാണ് ക്രിക്കറ്റില്. ആ താരമെങ്കിലും വരായിരുന്നു. എങ്കിൽ കൂടെ കുറച്ച് പാക്കാരാതിൽ കുറച്ചുകൂടി വന്നേനെ ഈ താരത്തെ കാണാൻ. ഇതിപ്പോ ഇവർ മാറ്റിയിട്ട് കൊണ്ടുപോകുന്ന താരങ്ങൾ എന്താ കളിക്കുന്നത്? ഒരു മാറ്റമില്ലല്ലോ. ടെസ്റ്റ് കളിക്കാൻ പോലെ വന്നവരെ കളിച്ചു പോകുന്നു, അല്ലെങ്കിൽ എന്തിനോ വന്ന വർഷം ബോൾ വരെ കാണാൻ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത പോകുന്നു. അല്ല, സംഭവിക്കാം, ഇതൊക്കെ സംഭവിക്കും. ക്രിക്കറ്റിൽ ഓരോ ദിവസത്തിൽ ഇതൊക്കെ സംഭവിക്കണം. പക്ഷെ അത് മാത്രം സംഭവിക്കുന്ന ഒരു ടീമായിട്ട് പാകിസ്ഥാൻ മാറുന്നത് അതാണ് പ്രശ്നം. അല്ല, ഇത് കമന്ററിയിൽ ഇരിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ രണ്ട് ഇന്നിങ്സിന്റെ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ 6 അടിക്കുന്നുണ്ട്, 4 അടിക്കുന്നുണ്ട്, പക്ഷെ അടുത്ത സിംഗിൾ ഇടുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേഷൻ എന്ന് പറയുന്ന സാധനം ബാക്കി ഇന്നിങ്സിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഡോട്ട് ബോളുകളൊക്കെ വരുന്നത്. ഇപ്പൊ ഒരു ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബോൾ മുട്ടിയിട്ട് ഇടുകയാണ്, ഓടുന്നില്ല. അടുത്ത ആൾക്ക് സ്ട്രൈക്ക് കൊടുക്കുന്ന ഓർമ്മയില്ല. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞാൽ ഇപ്പം ആദ്യം ബാറ്റ് ചെയ്തു, ഒരു പരമാവധി എത്ര എടുക്കാൻ പറ്റുമോ, എത്ര പിടിച്ചേക്കാൻ പറ്റുമോ അത് നോക്കുക മാത്രമേ അവർക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നു. റൺ ഉയർത്താനുള്ള ലക്ഷ്യം അവിടെ കാണുന്നില്ല. T20 ആണ്, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ വന്നുപോയി ഇന്ത്യയുടെ മുന്നിൽ പെട്ടുപോയി. പിന്നെ ഈ മത്സരം എങ്ങനെ കഴിച്ചു പറ്റും? അത് ഫസ്റ്റ് ബാറ്റ് കിട്ടിയാൽ തന്നെ ഒരു മെന്റാലിറ്റി അങ്ങനെ വന്നാൽ പിന്നെ കളിക്ക് രസം ഉണ്ടാവല്ലോ. ആദ്യ ഓവറിൽ വിക്കറ്റ് വീണു, 2 ഓവറിൽ വിക്കറ്റ്. ശരിയാണ്, പ്രതിരോധത്തിലാവുന്നുണ്ട്. പക്ഷെ T20 ആണ്, ഒന്ന് നിലയുറപ്പിച്ച് കളിക്കാനുള്ള ഒരു ഫോർമാറ്റ് അല്ലല്ലോ ഇത്. ഇവർ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഇവർ അവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും 20 ഓവർ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഓൾ ഔട്ട് ആവരുത്, അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. റൺ എടുക്കുക എന്നുള്ളതല്ല, റൺ ഉയർത്തുന്നതല്ല. ചിലപ്പോൾ അവരുടെ ബൗളർമാർ ചിലപ്പോൾ ക്യാപ്റ്റന് അമിത വിശ്വാസം ഉണ്ടായിരുന്നു അറിയില്ല. എറിഞ്ഞിടാൻ വേണ്ടി പറ്റും, നമ്മൾ 80-നും പോയാലും ഇന്ത്യൻ ടീമിൽ ഇറക്കാൻ പറ്റുന്ന അദ്ദേഹം കരുതി കാണുന്നു. പക്ഷെ നിലവിൽ ഇന്ത്യൻ ടീമിൽ ലൈനപ്പ് ബാറ്റിംഗ് ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കരുതുന്ന ഒരു താരം ഉണ്ടാവില്ല. ക്രിക്കറ്റിനെ കുറിച്ച് ഒരു താരം അങ്ങനെ കരുതില്ല. ഇവരെന്താണോ കരുതി? ഇപ്പൊ എനിക്ക് തോന്നുന്നത് കളിക്കില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിക്കില്ല വിമർശനം ഉണ്ടായിരുന്നല്ലോ, കളിക്കരുത് പറഞ്ഞു. അപ്പൊ ലെജൻഡ് ലീഗിൽ കളിക്കാത്ത നമ്മൾ കയറിപ്പോയ പോലെ കളിച്ചില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്ന ഒരു പറഞ്ഞാണ്. അത്ര ഒരു പ്ലാൻ ഒന്നും ഒരു മനസ്സിലാവില്ല. സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തി പിന്നെ വിക്കറ്റ് വീഴ്ത്താൻ വേണ്ടി പറ്റി വെച്ചാലും കുഴപ്പമില്ലെന്ന് പറയാൻ നമുക്ക്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. കളിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പൊ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ടോസിൽ വിജയിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കളിക്ക് ഒരു ചൂട് വരണം, അല്ലെങ്കിൽ ഒരു മാനസികാധിപത്യം കാണിക്കാൻ ഇവർക്ക് പറ്റണ്ടേ? അത് പറ്റുന്നില്ല. അവിടെ പരാജയപ്പെട്ടു പോവാണ്. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ എന്താണോ ഇപ്പൊ കളിക്കരുതെന്ന് പിന്നെ ഈ പല കളത്തിന് പുറത്തെ പദങ്ങളിൽ പറഞ്ഞപ്പം നമ്മളെന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളിക്കട്ടെ, കളിച്ച് കിട്ടണം നമുക്ക്, എങ്കിലും നമുക്ക് അതിന്റെ ഒരു എല്ലാം തീർച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം ദയനീയായി കളി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കൊരു സങ്കടം വരണം. അയ്യോ, ഇത് പാകിസ്ഥാൻ, ഇത് നമ്മൾ പാകിസ്ഥാന്റെ പോരാട്ടം കണ്ടിയാണ്. വിരാട് കോഹ്ലിയുടെ മറ്റേ ഈ പറഞ്ഞ ഷഹീൻ അഫ്രീദിയുടെ മറ്റേ നമുക്കറിയാം ഷാഹിദ് അഫ്രീയുടെ ബന്ധം ഞാൻ ബന്ധം പറയാൻ വേണ്ടി വന്നതാണ്. ബന്ധം പറയേണ്ട ആവശ്യമില്ല. അവരുടെ കാലത്ത്, അല്ലെങ്കിൽ ഇൻസാമുള്ളൊക്കെ T20 അല്ലെങ്കിൽ ഏകദിന കാലത്ത് എല്ലാം നമ്മൾ കണ്ടാണ്. ഇന്ത്യ പാക് മത്സരത്തിന്റെ ഒരു അവസാന ഓവറിലേക്ക് ത്രില്ലർ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കൂടി ഒരു പോരാട്ടം കാണാൻ എന്തെങ്കിലുമൊക്കെ പറ്റുമായിരുന്നു. ഇത് ഈ തലമുറ മാറി വന്നപ്പോൾ ഇന്ത്യൻ ടീം പോരാട്ടവരെയും കാണിക്കുന്നത്, യുവനിര പോരാട്ടവരെയും കാണിക്കുന്നത് സൂര്യകുമാർ യാദവ് 30-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ 33-ാം വയസ്സിൽ നായകനായി വരുന്ന സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പാകിസ്ഥാൻ സീനിയർ താരങ്ങൾ വിരമിച്ചിട്ടില്ല. അവർ ആ പ്രകടനത്തിന്റെ പേരിൽ മാറ്റി നിർത്തുകയാണ്. നല്ല കാര്യമാണത്. പ്രകടനത്തിന്റെ പേരിൽ T20 ഫോർമാറ്റിൽ മാറ്റി നിർത്തുന്നു. ഇതാണ് വേണ്ടത്. മാനേജ്മെന്റ് അറിയാം നമുക്ക് വേണ്ടത് ഇതല്ല, മാറ്റമാണ് വേണ്ടത്. പക്ഷെ അവർക്ക് ഇപ്പൊ ഈ ഘടകത്തിൽ മാറ്റി കൊണ്ടുവന്ന് കാലം കണ്ട് ശരാശരി അല്ല. ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മധ്യനിരയിലെ അവരുടെ ബാറ്റർമാരുടെ പല താരങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്ന സമയത്ത് വളരെ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് ആണ് അവർക്ക് ഉള്ളത്. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ബോളിങ്ങിലുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് അപാരമായ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇന്ന് ഏറ്റവും ഓപ്ഷനുകൾ പന്തെറിയാൻ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ഓപ്പണർമാരെ വീഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. പിന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള ബാറ്റിംഗ് ഡെപ്ത്, ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് 8ാമത്തെ പൊസിഷൻ കളിക്കുന്ന താരങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു. ഈ ടീമിനോടാണ് അവർ പിന്നെ എറിഞ്ഞിടാൻ വേണ്ടി രണ്ടാമത് വരുന്നത്. അതെ. പിന്നെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൂര്യകുമാർ
സൂര്യകുമാർ യാദവിന്റെ ഒരു തന്ത്രവും അതുപോലെ തന്നെ ഫീൽഡിംഗ് സെറ്റപ്പും എല്ലാം ബോളിംഗിന് അനുസൃതമായിട്ടുള്ള ഫീൽഡിംഗ് സെറ്റപ്പ്. എനിക്ക് കളി നോക്കുമ്പോൾ പാകിസ്ഥാൻ ഓരോ ഷോട്ട് കളിക്കാൻ ശ്രമിക്കുമ്പോഴും വിക്കറ്റ് പോകും, നഷ്ടമാകുന്ന ഒരു അവസ്ഥയൊക്കെ അവര് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഫീൽഡ് സെറ്റ് ചെയ്യാൻ ചില നായകന്മാർക്ക് ഓപ്ഷനുകൾ കുറവായിരിക്കും, അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടോ കളിയുടെ ബോൾ ഒരു പ്രശ്നവും വരുന്നില്ല, പാർട്ട് ടൈം ബോളർമാരുണ്ട്. എന്തും ഇപ്പൊ ആദ്യ മത്സരത്തിൽ ശിവൻ ദുബെയുടെ കഴിഞ്ഞ മത്സരത്തിൽ അഭിഷേക് ശർമ്മ ഒരു ഓവർ എറിഞ്ഞു 5 റൺ. ആ ഒരു ഓവർ 5 റൺ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ്. ഈ പറഞ്ഞ നിരവധി ഓപ്ഷൻ ഉണ്ട്. അപ്പം സൂര്യകുമാർ യാദവിന് ഒരു ഗൃഹപാഠം ചെയ്തുമായിട്ട് ഓരോ താരത്തെയും മനസ്സിലാക്കി, തന്റെ ബോളറെ മനസ്സിലാക്കി, എവിടെയൊക്കെ ഫീൽഡ് ചെയ്യുന്നത് മനസ്സിലാക്കി കളി റീഡ് ചെയ്തിട്ട് അത് അങ്ങനെ അച്ചടിച്ച് പോലെ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്രയും നല്ലൊരു ടീമിന്റെ ഇതുണ്ട്. ഞാൻ പറഞ്ഞ തന്നെ ഭാഗ്യത്തെ ക്യാപ്റ്റൻ അത്രയും നല്ല ഓപ്ഷൻ, ബാറ്റിംഗ് ഓപ്ഷൻ, ബോളിംഗ് ഓപ്ഷനോടെ കിടക്കുവാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ആ കോൺഫിഡൻസ് തന്നെയാണ് സൂര്യ കാണിക്കുന്നത്. അതിന്റെ തന്നെ വിജയമാണ് ഇന്ത്യക്ക് കാണുന്നത്. ഏഷ്യ കപ്പ് എടുക്കുന്നത് ഈ കോൺഫിഡൻസിന്റെ ബലത്തിൽ തന്നെയായിരിക്കും. പിന്നെ ഇപ്പൊ ഇന്ത്യ ടീമിനകത്ത് ചില ഡ്രോബാക്കുകൾ ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പരിഹരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ പറ്റി അത് ഷെയ്ൻ ഷാഫ്രി വന്ന് അടിച്ചതും കൊണ്ടാണ് അവസാനത്തെ 2 ഓവറിൽ നമ്മൾ 28 റണ്ണ് വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ 10 ഓവറിനകത്ത് ബോളിങ്ങിനകത്തൊരു അത് ഇപ്പോ ഈ ഇങ്ങനത്തെ ഒരു മത്സരം വരുന്ന സമയത്ത് ഒരു ലോ സ്കോറിംഗ് മാച്ച് വരുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ പാകിസ്ഥാനെതിരെ ഒരു കുറച്ചും കൂടി കുറഞ്ഞ സ്കോറിൽ അവരെ ഒതുക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം അവിടെ അവസാനത്തെ 2 ഓവറിൽ അവസാന ഓവറിൽ 16 റണ്ണാണ് ഹാർദിക് പാണ്ഡ്യ വഴങ്ങുന്നത്. 19ാമത്തെ ഓവറിൽ ബുംറ 12 റൺ വരുന്നുണ്ട്. അപ്പൊ ഷെയ്ൻ ഷാഫ്രീദി മാത്രമല്ല സുഫിയാൻ മുക്കീം ആണ് ബുംറയുടെ പന്തുകളിൽ നല്ല ബൗണ്ടറികളൊക്കെ അടിക്കുന്നത്, നല്ല നല്ല ഷോട്ടുകൾ തന്നെ കളിച്ചത്. ബുംറയെ അങ്ങനെ കളിച്ചത് വളരെ ആ ഒരു കളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു താരം തന്നെയാണ് നമുക്കറിയാം ബുംറ. ആ ബുംറയെ സുഫിയാൻ മുക്കീം വന്നിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള മധ്യനിരയുള്ള ബാറ്റർമാരൊക്കെ എന്താണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ആഫ്രിക്കയുടെ കേസ് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ പിന്നെ നമ്മളത് പറഞ്ഞ അദ്ദേഹം എന്താണോ ടീമിന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇത് മറുവശത്ത് പാകിസ്ഥാന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റർമാർക്ക് എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. പന്ത് നോക്കി കളിക്കാൻ പറ്റുന്നില്ല, പന്ത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ മധ്യനിര മൊത്തത്തില് സൽമാൻ അലി ആകെയൊക്കെ വന്നിട്ട് എന്താണ് പുള്ളിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു കുറെ പന്തൊക്കെ കളിച്ചിട്ട് അവസാനം ഒട്ടാവുന്ന ഒരു 11 താരങ്ങളുടെ കുറച്ച് ബാറ്റ്സ്മാൻ ഉണ്ടെന്നേ ഉള്ളൂ. എങ്ങനെ എന്ത് വേണം എങ്ങനെ കളിക്കണം യാതൊരു ഒരു ഇതുമില്ലാത്ത ടീമായി മാറി. അതെ, അങ്ങനെ ഈ ഒരു ഇത് നോക്കുന്ന സമയത്ത് ഇപ്പൊ മറുവശത്ത് ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ അവരുടെ ബോളിംഗ് അവരുടെ ബാറ്റിംഗ് പ്രകടനത്തെ കുറിച്ചും ഇന്ത്യയുടെ ബോളിംഗ് പ്രകടനത്തെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഈ ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് അഭിഷേക് അവിടെ ഒരു നെഗറ്റീവ് സാധനം കൂടി ഉണ്ട്. 4 ഓവറിൽ ഇന്ത്യയുടെ 2 ഓപ്പണർമാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ അത് വിഷയമല്ല. ഈ ബാറ്റിംഗ് ഡെപ്ത് ഉള്ളത് കൊണ്ട് അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോ അഭിഷേക് വന്നിട്ട് ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിക്കുന്നു, അടുത്ത ബോൾ 6 അടിക്കുന്നു. കിട്ടിയ ക്യാപ്പിലൊക്കെ ഷെയ്ൻ ഷാഫ്രീദിക്ക് കൊടുക്കേണ്ടത് അതായത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അഭിഷേക്. പിന്നെ സെയിം അയ്യൂബിനെയും 2 ബൗണ്ടറി ഒക്കെ നേടി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വീണ്ടും അതായത് ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യയുടെ ഒരു പോളിസിയാണ് ഞാൻ നോക്കുന്നത്. കാരണം ഓൾറെഡി 40 റണ്ണ് എത്തിക്കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ഒരു മാച്ചാണിത്, അതിനകത്ത് നിന്ന് വേണമെങ്കിൽ അവന്റെ ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് നിന്ന് കളിക്കാം. പക്ഷെ അതൊന്നല്ല മൈൻഡ് സെറ്റ്. 6 അടിക്കാൻ നോക്കുകയാണ്, അടിക്കുക എന്നുള്ള മൈൻഡാണ്, പെട്ടെന്ന് തീർക്കുക, ഇതാക്കുക എന്നുള്ള. കൃത്യമായിട്ട് 2 വിക്കറ്റ് പോയ സമയത്ത് തിലകും നല്ല രീതിയിൽ തന്നെ കളിച്ചത്. അവര് സ്വാഭാവികമായിട്ടും ഉണ്ട്. ഇപ്പൊ 31 പന്തിൽ 31 ആണ് തിലക് നേടിയിട്ടുള്ളത്. ആ സമയത്ത് ഏകദേശം 23 പന്തുകളിൽ 23 പന്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് സൂര്യകുമാർ യാദവ് നിൽക്കുന്നത്. പക്ഷെ നിർണായകമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ തിലക് അടിച്ചൊരു 6 ഉണ്ട്. അത് അങ്ങനത്തെ ഒരു ഷോട്ടാണ്. കാരണം മോശം പന്തുകൾ ആക്രമിക്കുക കൊടുക്കുക എന്നുള്ളൊരു ഇത് ഉപയോഗിച്ച് എനിക്ക് അതുപോലെ തന്നെ ശിവൻ ദുബെ 6 അടിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് അവസാനം 6 അടിച്ചിട്ടാണ് കളി ജയിപ്പിച്ചത്. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ വലിയ ആശങ്കകളുടെ ഒന്നും കാര്യമില്ല. ഇപ്പൊ ഈ ഒരു സ്കോർ അവര് ഒരു 170 180 അടുത്ത് അടിച്ചാൽ പോലും ഇന്ത്യക്ക് ഒരു പക്ഷേ ഇപ്പൊ ഇന്ത്യ 131 ഇത് അടിക്കുന്നുണ്ട്. ഇവിടെ 4 ഓവറിനായാലും ഇനിയും ബാക്കി കിടക്കുക. ആ 4 ഓവറിൽ ഒരു 10-50 റണ്ണ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 180 അടുത്തുള്ള സ്കോറിലേക്ക് ഇന്ത്യ എത്തും. അപ്പൊ ഓപ്ഷനുകളുണ്ട്. കാരണം ശിവൻ ദുബെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്, അക്സർ പട്ടേൽ ഉണ്ട്. ഇങ്ങനെ ഓപ്ഷനുകൾ ബാക്കിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇതിലും വലിയൊരു സ്കോർ ചെയ്താൽ പോലും ഇന്ത്യക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ചിലപ്പോ സ്കോർ കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ
അതിനനുസരിച്ച് മത്സരം ടൈറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇന്ത്യക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പാക് സ്പിന്നർമാരനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നേരിടാനുള്ള മധ്യ ഓവറുകളിൽ വളരെ ശ്രദ്ധ. ഇപ്പൊ അബ്രാർ അഹമ്മദൊക്കെ ആകെ 16 റണ്ണ വഴങ്ങിയിട്ടുള്ളൂ, പക്ഷെ വിക്കറ്റ് വിട്ടുകൊടുത്തിട്ടില്ല ഇന്ത്യൻ. ആ രീതിയിൽ ഇന്ത്യക്ക് ഇത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ സെയിം അയ്യൂബ് വന്ന സമയത്ത് കമന്ററിയിൽ ഒരാൾ ചോദിച്ചിരുന്നത് സെയിം അയ്യൂബ് അങ്ങനെ ന്യൂ ബോളിൽ പന്തെറിയുന്ന ആളെ, രണ്ടാമത്തെ ഓവർ എറിയാൻ വന്ന ന്യൂ ബോളിൽ പന്തെറിയുന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് മറ്റൊരാള് അത് പറഞ്ഞു ഇതാക്കണം. ഇപ്പൊ നമുക്കറിയാം ഇവര് കളിക്കുന്ന PSL ഇതൊക്കെ നമ്മളത് ഫോളോ ചെയ്യാറില്ല. അപ്പൊ PSL-ലൊക്കെ ഇങ്ങനെ ഇതുപോലെ പുള്ളി എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പുള്ളി 3 വിക്കറ്റുകൾ എടുത്ത്. പക്ഷെ മൊത്തത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് അത്. ഇന്ത്യ T20-യിൽ ഇനിയിപ്പോ വരുന്ന സൂപ്പർ 4-ൽ ഇനിയിപ്പോ ഇന്ത്യക്ക് പാകിസ്ഥാനായിട്ടുള്ള മത്സരം വന്നാൽ പോലും ഈ ഒരു ആത്മവിശ്വാസം എന്തായാലും ഉണ്ടാവും. സൂര്യകുമാർ യാദവിന്റെ തന്ത്രങ്ങൾ വളരെ നൈസായിട്ടുള്ള ജയാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാണ്. ആദ്യ മത്സരത്തിൽ നമ്മൾ പറഞ്ഞ ദുർബലമായ ടീം, അതിനൊക്കെ ദുർബല ടീമായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ തകർക്കാൻ വേണ്ടി പറ്റി. ഇപ്പൊ മുന്നോട്ട് യാത്ര എളുപ്പമാണ്, ഫൈനലിലേക്കുള്ള യാത്ര എളുപ്പമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതെ, തീർച്ചയായും ഏഷ്യ കപ്പ് ഇന്ത്യ നേടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനിയുള്ള മത്സരങ്ങളും നമ്മൾ നല്ല സ്കോർ തന്നെ, അല്ലെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ഇന്ത്യക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതെ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.